ഗായ്സ്, ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്നുള്ളൊരു എറണാകുളം യാത്രയുടെ ദൃശ്യങ്ങൾ കാണാം. ഒരു സൈഡ് ട്രെയിനും മറ്റൊരു സൈഡ് ബൈ റോഡും നമുക്ക് ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് AC. ഇത് നമ്മുടെ യാത്ര തുടങ്ങുന്നത് തിരൂരിൽ നിന്നുമാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 12:05 അന്ത്യോദയ എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അതിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യാത്ര വളരെ Welcome to Shorno Junction. യാത്ര സർവീസ് ട്രെയിൻ നമ്പർ 1636. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 16356 ഇത് ഈ ട്രെയിന് മംഗലാപുരം ടു കൊച്ചുവേളി വരെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ഫെയർ വരുന്നത് 95 രൂപയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരുന്ന് നമുക്ക് സീറ്റൊക്കെ കിട്ടി. മൊത്തം ഇതിൽ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റാണ്, ലോക്കൽ അനക്തം. എവിടെ വേണമെങ്കിലും നമുക്ക് കയറി യാത്ര ചെയ്യാം. ഇത് കൂടുതൽ സ്റ്റേഷനിൽ എറണാകുളത്തു നിന്ന് വരെ ഒരു 3-4 സ്റ്റേഷനിലേ നിർത്തുന്നുള്ളൂ. ബാക്കിയുള്ള ലോക്കൽ സ്റ്റേഷനിലൊന്നും നിർത്തൂല, നേരിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇവിടുന്ന് തിരൂരിൽ നിന്ന് വിട്ട് നമുക്ക് നേരെ പിന്നെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഷൊർണൂരാണ്. ഷൊർണൂർ കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ, അതുപോലെ തന്നെ പിന്നെ എറണാകുളം, അതിൻ്റെ അടുക്ക് ആലുവ എങ്ങാണ്ട് ഒരു സ്റ്റേഷനുണ്ട്. അങ്ങനെ 3-4 സ്റ്റേഷനിലേ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നിർത്തത്തില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ സാധിക്കും. അതുപോലെ തന്നെ ഷൊർണൂർ ഒരു 1.5 മണിക്കൂർ പിടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അവിടുന്ന് യാത്ര തുടർന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ മലബാർ എക്സ്പ്രസ്സും മാവേലിക്ക് വരാൻ പോകാനൊക്കെ ഉണ്ട്. അത് കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ തിരൂരിൽ നമ്മൾ കയറിയ സമയത്ത് ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഷൊർണൂർ എത്തിയിട്ട് ശേഷമാണ് അവിടെ നിന്നാണ് പിന്നെ വെള്ളം ഇവരെ നിറച്ചിട്ടാണ് യാത്ര തുടർന്നു. അത് കാരണമായിരിക്കും ചിലപ്പോൾ അവിടെ ഇത്രയും സമയം വന്നത്. നമ്മൾ തിരൂരിൽ നിന്ന് ബാത്റൂം നേരി ടോയ്ലറ്റ് കയറി നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കി യാത്ര സുഖമായിരുന്നു.
പക്ഷെ നല്ല കാലാവസ്ഥയിലെ പോയിട്ട് കാര്യം. കൊച്ചി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കടൽ നടുവിലത്തെ കടലില് വെല്ല പൂരമുള്ളവരാണ്. ഞാൻ കാണിച്ചു തരാം. ആൾക്കാരത് അങ്ങനെ പിടിച്ചാ പേപ്പറാണ് കൊടുത്തയച്ചത്. ഒരാളോട് അങ്ങനെ പറയാൻ പാടില്ല. അമിയ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നേ ഈ കൊച്ചിന്റെ എയർപോർട്ടിന്റെ ബാക്കിലതാ ഒരു സ്ഥലം. അവിടെ പോയി കഴിഞ്ഞാലതാ ഫ്ലൈറ്റൊക്കെ തന്നെ കാണാം. അത് സ്റ്റോപ്പ് ചെയ്തു. മെട്രോ എന്തിനാന്നറിയോ? ഇവിടുത്തെ ആൾക്കാർക്ക് അവർക്ക് മാത്രമല്ല. പിന്നെ നമ്മളെ ആൾക്കാർക്ക് ഇത് മെട്രോ ഞാനൊക്കെ അടുത്ത് ഇവിടെ ആൾക്കാരോട് വർത്തമാനം പറയുമ്പോഴാ അല്ല അപ്പ വിമാസല്ല അവിടുന്ന് ഒച്ചം കണ്ടാണ് പോണ അവിടെ അതാണ് ആ മാമിയൊക്കെ പോയിരുന്നു. മാമിയ പച്ചവണ്ടിയായിട്ട് വരണിക്കണ മൊത്തമുള്ള സോളാർ അടിപൊളി ട്രെയിന് പോകും ഒക്കെ പോകും. എല്ലാം കൂടി ആയിട്ടുണ്ടാവും. മെട്രോ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് അല്ലല്ല ഇതില്ലേ സാധാരണ എന്താ പറയാ പെട്രോൾ വണ്ടി അതിൽ നിറച്ചുകാണ്ട് കൊണ്ടുപോകും. മോന്റെ ട്രോളിയൊക്കെ പിടിച്ച് മോനവിടെ നിന്നോട്ടെ. മോനവിടെ നിന്നോട്ടെ.
നമ്മള് വിമാനം കാണാനടി അന്റെ അപ്പച്ചി വരണം എനിക്ക് സർപ്രൈസ് ആക്കല്ലേ അതാണ് അമിയ അല്ല ഇസുമ ഇസുമ കണ്ട അമിയ കണ്ട അമീറ ഡാഡി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇതേമാതിരി കിട ചുറ്റും വെള്ളം അതിന്റെ അടിയിൽ ഒരു ചെറിയ അതാണ് ഞങ്ങൾ പേടിച്ച് വരുന്നത്. പിന്നെന്താ അതാണ് ഞാൻ ഈ ഇറങ്ങുന്നിടത്തൊക്കെ ചീത്തയാണ് പൾവറിന്റെ വണ്ടിയല്ലേ അന്റെ വണ്ടി ഒന്നല്ല ഓക്കെ കടലിൽ പോകുമ്പോ നീല സാർപ്പുകൾ ഇവർക്ക് ഓടാൻ നമുക്ക് സുഖതാണ് പൊന്നു വന്നത് അമ്മി ആണ്ടൊക്കെ അടുത്ത ബട്ടർ വെള്ളം ഓടം